ഹലോ ഫ്രണ്ട്സ്, കുറേ ആയില്ലേ കണ്ടിട്ട്. ഏകദേശം ഒരു 2-3 ആഴ്ച. അപ്പോൾ നമുക്കിന്ന് പയ്യന്നൂർ പോയിട്ട് വരാം. എന്തിന്? ഫുഡ് കഴിക്കാൻ. ഇത് തന്നെയല്ലേ നമുക്ക് പരിപാടി. അങ്ങനെ നമുക്ക് 2 വീലറിലാണ് കേട്ടോ പോകുന്നത്. പയ്യന്നൂർ എവിടെയാണെന്നല്ല, പയ്യന്നൂർ 100 രൂപക്ക് മന്തി ഇടുന്ന സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ എന്തിനാ ഇത്ര എക്സ്പ്രഷൻ ഇട്ടിരുന്നല്ലേ. അമ്മ എന്നോട് പറഞ്ഞതാ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, വേറൊരു ദിവസം പോകാം. ഞാൻ പറഞ്ഞു നമ്മൾ എന്തായാലും പോകാൻ തീരുമാനിച്ചില്ലേ, അപ്പോൾ എന്തായാലും പോകാമെന്ന്. കണ്ട, മഴ ചെറുതായിട്ട് പെയ്തു പോയിട്ടുണ്ട് കേട്ടാ. പിന്നെ കാർമേഘങ്ങൾ ഇപ്പോൾ പെയ്യുന്ന പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. വലിയ സീൻ ഉണ്ടായിട്ടാ. അങ്ങനെ നമ്മൾ തായ്നേരി കഴിഞ്ഞിട്ട് പയ്യന്നൂർ എത്തിയിട്ടാ. കല്ലറയ്ക്കൽ ജ്വല്ലറീൻ്റെ തൊട്ടിപ്പറാണ് ലൊക്കേഷൻ വരുന്നത്. അങ്ങനെ ആ ഒരു കാറ് വരുന്നുണ്ട, അതിൻ്റെ ഉള്ളിലാണ് സ്പോട്ട് പോയിട്ട് ചമ്മിന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണെന്നുണ്ടെങ്കിൽ മന്തിയുടെ ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു. ഇടം വരെ വന്നേല്ലെന്ന് വെച്ചിട്ട് നമ്മളൊരു വെജിറ്റബിൾ ബിരിയാണി കഴിക്കാൻ കയറിയിട്ടാ. ഇവിടെ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു എന്നെയും കൂടി കാണിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചതാണ് ഗൈസ്. പിന്നെ നമ്മളാണെങ്കിൽ ലൈമ മിസ്സാക്കോ, അതുകൊണ്ട് ലൈമം കൂടിയിട്ട് കുടിച്ചു. പിന്നെ നേരെ എവിടെ പോകുന്നത്, വീട്ടിൽ പോകാനായിരുന്നു നിന്നത്. ബട്ട് അമ്മ പറഞ്ഞു നമുക്ക് വേറൊരു സ്ഥലം കൂടി പോകാനുണ്ട്. എവിടാ? പയ്യന്നൂർ കഴിഞ്ഞാൽ നമ്മൾ തൃക്കരിപ്പൂർ തന്നെ, കാസർഗോഡ് ജില്ലയിലാണ്. ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നില്ല, മഴ ഗൈസ്, നല്ല അടിപൊളി മഴ. പിന്നെ നമ്മൾ കോട്ടൊന്നും ഇടാൻ നിന്നില്ല. ഈ ഒരു പാലം ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ബൈ ദ വേ ഞാൻ പറഞ്ഞത് പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലും തൃക്കരിപ്പൂർ കാസർഗോഡ് ജില്ലയിലും, വലിയ ദൂരമൊന്നുമില്ല. അങ്ങനെ അവിടെ അമ്മേൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് പോകാനാകുമ്പോൾ എൻ്റെ അനിയത്തി വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഒടുക്കത്തെ മഴ. ഈ മഴയത്തും ഇവരെ പണിയെടുക്കുന്ന കണ്ടിട്ട് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റൂലല്ലോ. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് ഒരു ബേക്കറിയിലും കയറിയിട്ട് കുറച്ച് പലഹാരം വാങ്ങിയിട്ട് നമ്മൾ എന്താ ചെയ്തു, വീട്ടിൽ പോയി. വീടെത്തുമ്പോൾ ഞാൻ നനഞ്ഞിട്ട് കുളിച്ചിട്ടുണ്ടായിന് കേട്ടാ. കോട്ടിടാൻ മടിച്ചിട്ടാണ്. പിന്നൊരു ഫുഡ് പ്രിപ്പറേഷൻ കാണാം കേട്ടാ. ഇനി നമുക്ക് ചപ്പാത്തിൻ്റെ അകത്ത് മയോണീസ് സ്പ്രെഡ് ചെയ്യാം. നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതൊരു സിമ്പിൾ റാപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റും ഒനിയനും ഇട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാട്ടോ. തക്കാളി ഇടാം, എനിക്കത് ഇഷ്ടമല്ല. നെക്സ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇടുക. ഇനി നമുക്കിത് റാപ്പ് ചെയ്യാം. സോ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ ഞാൻ എല്ലാം ആക്കിയിട്ടൊന്ന് വരാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ എൻ്റെ മുകളിലിടാം. ഇനി എൻ്റെ അനിയത്തി പറഞ്ഞുതരും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഗൈസ്. ആളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ, മസ്റ്റ് ട്രൈ ആണ്.